Hello guys, the Pearly Mani clarification video or the English to Malayalam translation class video. See, ഒരു തെറ്റ് പറ്റി, പേളിക്ക് ഒരു തെറ്റ് പറ്റി. മനുഷ്യരാണ്, സ്വാഭാവികമായിട്ട് തെറ്റ് പറ്റും. ഇവിടെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാംഡ് ആയിട്ടുള്ള iOS സിസ്റ്റത്തിൽ പോലും തെറ്റുകൾ പറ്റുന്നു. ചില ഐഫോണൊക്കെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കഴിഞ്ഞാൽ ചില ആൾക്ക് സൗണ്ട് കുറയുന്നു, ചില ആൾക്ക് ഫോണിൻ്റെ ബാറ്ററി കുറയുന്നു, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാലത്ത് പോലും. പിന്നെ ഈ മനുഷ്യൻ്റെ അതും പഴയ മോഡൽ, പേളിയുടെ മോഡൽ എത്രയായിരുന്നു? 1980 ആയിട്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ 35-40 വയസ്സോടടുത്ത ഒരു ലേഡി, സ്വാഭാവികമാണ്, എല്ലാവർക്കും മറവി, തെറ്റ് അല്ലെങ്കിൽ മിസ്റ്റേക്കുകൾ ഹാപ്പൻസ് ഇൻ ലൈഫ്. അപ്പോൾ അത് നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതാണ്. നമുക്ക് പറ്റിയ തെറ്റ് നമ്മൾ മനസ്സിലാക്കുക, എന്നിട്ട് അത് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഒരു മനുഷ്യനെ കൂടുതൽ മഹത്വമുള്ള മനുഷ്യനാക്കുന്നത്. അല്ലാതെ ഒരു തെറ്റ് പറ്റി, അതിൻ്റെ മേലെ വീണ്ടും ഒരു തെറ്റ് പറ്റി, അങ്ങനെ തെറ്റുകളുടെ കൂമ്പാരം പറ്റി ആൾക്കാരെ പറഞ്ഞു പറ്റിക്കുക, ആൾക്കാരെ മോക്ക് ചെയ്യുക, ആൾക്കാരെ കളിയാക്കുന്ന രീതിയിൽ പരിപാടികൾ ചെയ്യുന്നതാണ് വൻ ഫ്ലോപ്പ് പരിപാടി. അത് നിങ്ങൾ 5 മില്യൺ അല്ല, ഇനി 50 മില്യൺ അല്ല, 500 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഏത് കിണാപ്പായാലും ശരി, പക്ക നോൺസെൻസ്, അത്രേ പറയാൻ പറ്റൂ. വിവരമില്ലായ്മ. ഇപ്പം എനിക്കൊരു വിഷയത്തിൽ വിവരമില്ല, എന്നിട്ട് ഞാൻ എന്തോ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊണ്ട് അല്ലെങ്കിൽ ആരോ നിർബന്ധിച്ചുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തു, എനിക്ക് തെറ്റ് പറ്റി. നാളെ എനിക്ക് മനസ്സിലാകുന്നു ഞാൻ ചെയ്തത് തെറ്റാണെന്ന്, പല കമൻറ്റുകളിൽ നിന്നും ആൾക്കാരിൽ നിന്നും എനിക്ക് മനസ്സിലാകുന്നു. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി പഠിക്കുക, എന്നിട്ട് ഞാൻ വന്നിട്ട് പറയാം, സോറി, എനിക്കൊരു തെറ്റ് പറ്റിയതാണ് ഇന്നലെ, ആ വീഡിയോയിൽ ഞാൻ ഇന്ന കാര്യങ്ങൾ പറഞ്ഞത് തെറ്റായിപ്പോയി. ഓക്കെ, ഇനി എൻ്റെ നിലപാടാണ് പറഞ്ഞതെങ്കിൽ പറയുക, എൻ്റെ നിലപാട് ഇതാണ്, വി ക്യാൻ എഗ്രി ടു ഡിസഗ്രി എന്ന് പറഞ്ഞിട്ട് അവിടെ അവസാനിപ്പിക്കാം, അത്രേ ഉള്ളൂ. ഇതെന്ത് ക്ലീശേ പരിപാടിയാണ്. പേളി ഒരു നോൺസെൻസ്, പേളിയുടെ ഒപ്പീനിയൻ പറഞ്ഞു ഒരു വിഷയത്തിൽ, ഒരു കുട്ടികളുടെ പ്രൊട്ടസ്റ്റിൽ പേളി പറഞ്ഞു, ഇത് എല്ലാവരും വീട്ടിൽ പോയിക്കോ നിങ്ങൾ, പിന്നെ നിങ്ങളുടെയൊക്കെ ലൈഫ് ഡേഞ്ചറിലാക്കണ്ട, അല്ല എനിക്ക് ഇതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു. ഫിനിഷ്. ഇനി നിങ്ങളെല്ലാം നിങ്ങളുടെ നിലപാട് നിങ്ങൾ മാറ്റിയിട്ടുണ്ടോ? നിങ്ങൾക്ക് തിരുത്താം, നിങ്ങൾ മാപ്പ് പറഞ്ഞ പോലെ പറയാം, ഞാൻ ആ പറഞ്ഞതൊക്കെ തെറ്റായിപ്പോയി. ഇതല്ല, ഇവിടെ വന്നിട്ട് ജനങ്ങളെ കളിയാക്കുവാണോ? ഇവിടെ എന്താ ഈ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും യൂസ് ചെയ്യുന്ന 99% ആൾക്കാർക്കും ഇംഗ്ലീഷ് അറിയില്ലേ? ആർക്കാണ് നിങ്ങൾ പറഞ്ഞ ഇംഗ്ലീഷിൽ എഴുതി മനസ്സിലാകാത്തത്? അല്ലെങ്കിൽ തന്നെ അത് ഒരു ട്രാൻസ്ലേഷൻ ആപ്പിൽ കൊടുത്ത് തന്നെ ട്രാൻസ്ലേറ്റ് ആയിട്ട് മലയാളത്തിൽ വരും. അത് ഇയാൾ ഇന്ന് വന്നിട്ട് പറയാണ് ക്ലാരിഫിക്കേഷൻ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ ഒരുമാതിരി ഇതാക്കുമല്ലേ, ഊക്കുമല്ലേ. അവരെഴുതിയ ഇംഗ്ലീഷ് പോസ്റ്റ് വായിച്ചിട്ട് അതിൻ്റെ നേരെ മലയാളം പറയുക, എവ്രി വൺ ഗോ ടു ഹോം, എല്ലാവരും വീട്ടിലേക്ക് പോകൂ, നിങ്ങളുടെയൊക്കെ നന്മയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ശരിക്ക് ജനങ്ങളെ ഊക്കി വിടുകയല്ലേ. അവരെഴുതിയ തെറ്റാണ്, നിങ്ങൾ സോറിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പറയാം, ഐ അപ്പോളജൈസ്, ഞാൻ ഖേദിക്കുന്നു, ഞാൻ ആ പറഞ്ഞു പോയാൽ ഖേദിക്കുന്നു, തെറ്റുപറ്റി, എനിക്ക് നിങ്ങളുടെയൊക്കെ ആവശ്യമുണ്ട്, ഞാൻ യൂട്യൂബിൽ നിന്നാണ് ജീവിക്കുന്നത്, എനിക്ക് വേറെ ജോലിയില്ല, എനിക്ക് സിനിമയിലൊക്കെ 2-3 സിനിമയിലൊക്കെ ഞാൻ അഭിനയിക്കാൻ ശ്രമിച്ചു, വൻ പരാജയമായി പോയി, അതുകൊണ്ട് എനിക്ക് സിനിമ അഭിനയിക്കാൻ പറ്റിയില്ല, ആ സിനിമകളൊക്കെ പൊട്ടിപ്പോയി, ഒരുപാട് ആങ്കറിങ്ങിന് നോക്കി, അതും വലിയ വിജയമൊന്നും ആവുന്നില്ല, എല്ലാവരും പൊട്ടിപ്പോകുന്നു. അങ്ങനെ ഞാൻ അവസാനം കണ്ടെത്തിയ വഴിയാണ് യൂട്യൂബിൽ ക്ലിക്കായി ഞാൻ യാത്രകളും മറ്റൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് എൻ്റെ ഫോളോവേഴ്സ് നിങ്ങളാരും വിട്ടുപോകാൻ പാടില്ല. നിങ്ങളുടെയൊക്കെ അഭിപ്രായം ഇങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ അഭിപ്രായത്തോട് യോജിക്കാൻ റെഡിയാണ്. എൻ്റെ യൂട്യൂബിന് വേണ്ടി ഞാൻ എൻ്റെ നിലപാട് മാറ്റാൻ തയ്യാറാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട നിറം കാവ്യാണെങ്കിൽ കൂടി നിങ്ങൾക്കെല്ലാം പിന്നെ ജനകീയമായിട്ടുള്ള സെക്യുലറിസമാണ് വേണ്ടതെങ്കിൽ ഞാൻ സെക്യുലറിസം തരാം എന്ന് പറഞ്ഞുകൊണ്ട് മാന്യമായ രീതിയിൽ ഒരു സോറി പറയാം. ഇത് ഞാൻ പോയിട്ട് പിന്നെ ഞാൻ ഒരാളെ ഒരു തെറ്റ് ചെയ്തു, എന്നിട്ട് അവിടെ പോയിട്ട് പറയാം, ഞാൻ ചെയ്തത് തെറ്റാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കാം എന്നൊരു ലൈനാണ്. ഇത് ആരെയാണ് ഇങ്ങനെ മോക്ക് ചെയ്യുന്നത്? റിഡിക്കുലസ് ആയിട്ടുള്ള പരിപാടിയാണത്. അതുപോലെ ഇത് ഏതോ ഒരു സിനിമയുടെ കൊറിയോഗ്രാഫറൊക്കെ പറഞ്ഞു കൊടുക്കൂലേ, ഒരു ഒരു ഡ്രസ്സ്, അധികം മേക്കപ്പ് ഒന്നുമില്ല, മുടി ഒരു ഭാഗത്തേക്ക് ഇടാതെ, എന്നെ കണ്ടാൽ നിങ്ങൾക്ക് സിമ്പതി തോന്നണം. ഞാൻ മാപ്പ് പറയാമെന്ന് പറയില്ലേ, എൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് കഷ്ടമാണ്, എൻ്റെ 6 മില്യൺ ഉള്ളത് 5 മില്യനായി, കുറച്ച് ആൾക്കാരൊക്കെ പോയിട്ടുണ്ട്. നിങ്ങൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം വാ തുറന്ന് ക്ലിയർ ആയിട്ട് പറയും. അതാണ് രഞ്ജിന എന്ന് പറയുന്നത്. എനിക്ക് സൗണ്ട് ഉണ്ടെങ്കിൽ ഐ യൂസ് ഇറ്റ് ആൻഡ് ഐ സേ ഇറ്റ് ഇൻ ദ റൈറ്റ് മൊമെൻറ്റ്. ആവശ്യമുള്ളപ്പോൾ സംസാരിക്കുക. അല്ലാതെ നിങ്ങൾ മനസ്സിലൊന്ന് വെച്ചുകൊണ്ട് ജനങ്ങളെ, ഈ പേളിയുടെ ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കും. ജനങ്ങളെ ഇങ്ങനെയും തമാശയാക്കുന്ന ഏറ്റവും വലിയ നിരാശകരമായ കാര്യം, നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഈ നോൺസെൻസ് കാര്യങ്ങളൊക്കെ കേൾക്കാനും കാണാനും ആൾക്കാരുണ്ടെന്നുള്ള ഇവരുടെയൊക്കെ വിജയം. അത് സത്യമായിട്ടൊരു കാര്യമാണ്.
ടു ബി ഓണസ്റ്റ്, ഫ്രാങ്ക്ലി ഓണസ്റ്റ്, അത്രയും ആൾക്കാർ ഇതൊക്കെ കേൾക്കാനും ആസ്വദിക്കാനും ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കോമഡി. പേളിയുടെ ഇന്നത്തെ ഒരു സെറ്റപ്പ്, ഒരു സ്റ്റൈൽ നമുക്ക് നോക്കാം. ഈ വീഡിയോ കുറച്ച് കണ്ടിട്ട് നമുക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്, ഐ ഡോണ്ട് തിങ്ക് ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ബട്ട് ടുഡേ ഐ തിങ്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ഐ ഡു ദിസ് വീഡിയോ. ഈ വീഡിയോ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നിരിക്കുകയാണ്. ബിക്കോസ് നിങ്ങളിൽ കുറേ പേരെ ഞാൻ ഹേർട്ട് ചെയ്തിരിക്കുകയാണ് എൻ്റെ വാക്കുകളുകൊണ്ടും. എൻ്റെ പോസ്റ്റിലെ കുറച്ച് കാര്യങ്ങൾ റീസെൻ്റ്ലി ഞാൻ ഇട്ടത് അതെനിക്ക് ക്ലാരിഫൈ ചെയ്തേ പറ്റുള്ളൂ. ബിക്കോസ് എന്നെ ഇവിടെ വരെ എത്തിച്ചത് നിങ്ങളാണ്. നിങ്ങളെ ആരെയും ഹേർട്ട് ചെയ്യാൻ പാടില്ല എന്ന് എൻ്റെ ആവശ്യമാണ്. അതൊക്കെ അപ്പറഞ്ഞത് ഓക്കെ, നിങ്ങളാണ് എന്നെ ഇവരെ വരെ കൊണ്ടെത്തിച്ചത്, നിങ്ങൾ ആരെയും ഹേർട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളത് എൻ്റെ ആവശ്യമാണ്. ദാറ്റ് ഈസ് ഓക്കെ. അതായത് നിങ്ങൾ ആരെയും ഹേർട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളത് എൻ്റെ ആവശ്യമാണ്. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ നടത്തിപ്പിനും എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ നടത്തിപ്പിനും എനിക്ക് പരസ്യങ്ങൾ ചെയ്യാനും എനിക്ക് സിനിമ പ്രൊമോഷൻ വീഡിയോ ചെയ്യാനും എനിക്ക് നടന്മാരെ വിളിച്ച് ആ സിനിമയുടെ പ്രൊമോഷൻ വേണ്ടിയിട്ട് ഓരോ എപ്പിസോഡിനും ഇത്ര പൈസ മേടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊക്കെ എനിക്ക് ആവശ്യമാണ്. സോ ഐ ആം ടെല്ലിങ് സോറി ടു യു. ദാറ്റ് ഈസ് ഓക്കെ. ഐ അഗ്രി വിത്ത് യു. അത് ഞാൻ അംഗീകരിക്കുന്നു. അത് ഈസി ആയിട്ടുള്ളൊരു പണിയല്ല. ഒരു തെറ്റ് പറ്റിയത് അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. പക്ഷെ അതിന് ശേഷം പിന്നെ പേളി പോകുന്ന റൂട്ട് നോക്കോ. ഫ്യൂ ഡേയ്സ് അഗോ ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. ഇറ്റ്സ് അബൌട്ട് ദി എൻറ്റയർ നീറ്റ് ഇഷ്യൂ ദാറ്റ്സ് ഹാപ്പനിങ്. അതിനെക്കുറിച്ച് ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. ഈ പോസ്റ്റ് ഇതാണ് പറയുന്നത് വിവരമില്ലായ്മ. ഞാൻ നീറ്റ് ഇഷ്യൂവിനെ പറ്റി ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. പേളി എവിടെയാണ് നീറ്റ് ഇഷ്യൂവിനെ പറ്റി പോസ്റ്റ് ഇട്ടത്? പേളിയുടെ പോസ്റ്റ് വാസ് ഓൺലി ഫോർ ദ ജന്തർ മന്തർ പ്രൊട്ടസ്റ്റ്. ജന്തർ മന്തൽ കുട്ടികൾ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതും പോലീസും അവരും തമ്മിലുള്ള കയ്യാങ്കളിയും അതിൽ കണ്ടിട്ട് വേദനിച്ചെന്നും നിങ്ങളൊക്കെ വീട്ടിൽ പോയി ഫോണിൽ സമരം ചെയ്യുമെന്നാണ് പേളി പറഞ്ഞത്. ആ പേളി ഇവിടെ വന്നിട്ട് പറയുക ഞാൻ നീറ്റ് ഇഷ്യൂവിനെ പറ്റിയ വീഡിയോ. എന്ത് നീറ്റ് ഇഷ്യൂ? നീറ്റ് ഇഷ്യൂവിനെ പറ്റി ഒരു വാക്ക് കമാന്ന് മിണ്ടിയിട്ടില്ല. നീറ്റിൽ ചോദ്യപേപ്പർ ചോർന്നതോ അതിന് ഉത്തരവാദികളായ ആൾക്കാരെ പറ്റിയോ ഒരു അക്ഷരം പറഞ്ഞില്ല. പേളി പറഞ്ഞ ജന്തർ മന്തലിലെ സമരത്തെ പറ്റി മാത്രമാണ്. ഇതാ എനിക്ക് തോന്നുന്നത് ഇവർക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല. വിവരമില്ലായ്മ അത് അലങ്കാരമാക്കി വെച്ചുകൊണ്ട് തെറ്റുപറ്റി, അല്ലെങ്കിൽ ആരോ സോ കോൾഡ് പറഞ്ഞ എക്സ്റ്റേണൽ ഫോഴ്സ് കൊണ്ട് പ്രഷർ കൊണ്ട് എന്തോ ഒരു പെയ്ഡ് പോലെയുള്ള സംഭവം കൊണ്ട് ഒരു വീഡിയോ ചെയ്തു, അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. അത് തെറ്റാന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വീണ്ടും അതിൽ നിന്ന് ഉരുണ്ട് മറിഞ്ഞ് കളിക്കുന്ന പേളിയാണ് നമ്മൾ ഈ ക്ലാരിഫിക്കേഷൻ വീഡിയോ കാണുന്നത്. ഇനി ക്ലാരിഫിക്കേഷൻ വീഡിയോ, ക്ലിയറിംഗ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു വീഡിയോ ഇടേണ്ടി വരും. ആ കോലത്തിൽ നോൺസെൻസ് ആണ് ഇവിടെ പറയുന്നത്. കുറച്ച് ദിവസം മുമ്പ് വരെ എനിക്ക് ഭയങ്കര പ്രഷർ ഉണ്ടായിരുന്നു. എന്തെങ്കിലും പേളി പറയണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് കുറേ DM-ലൊക്കെ കുറേ മെസ്സേജ് വന്നിരുന്നു. സോ ഐ ടുക്ക് മൈ ടൈം. ഞാൻ കുറേ റീൽസും, നമ്മുടെ ഇപ്പോഴത്തെ ന്യൂസ് എന്ന് പറയുന്ന ന്യൂസ് ചാനൽസുമാണ്, ഇൻസ്റ്റഗ്രാമിലെ റീൽസുകളും ഒക്കെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായ കുറേ കാര്യങ്ങളിൽ നിന്നും ഞാൻ എൻ്റെ രീതിയിൽ ഞാനൊരു കാര്യം എഴുതി. എൻ്റെ ഒരു നോട്ട് പാഡിൽ ഞാൻ എഴുതി പോസ്റ്റ് ചെയ്ത സാധനം ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഐ വോണ്ട് ടു റീഡ് ഇറ്റ്. ഞാൻ കുറച്ച് അവിടെ മുതലാണ് പേളിക്ക് ഈ വീഡിയോ തന്നെ നശിപ്പിക്കുന്നത്. പേളി ഫസ്റ്റ് പറഞ്ഞ കാര്യം ഓക്കെ, നിങ്ങളെയൊക്കെ എനിക്ക് ആവശ്യമുള്ളത് കൊണ്ട് നിങ്ങളെ ഒന്നും വേദനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞത് ഓക്കെ. പിന്നെ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത് ഓക്കെ. ഇനി പറയുന്ന നോൺസെൻസ് ആണ്, കേട്ട് നിൽക്കാൻ പറ്റാത്തത്. ഐ ആം ഗോയിങ് ടു റീഡ് ഇറ്റ്. നീ എഴുതിയ തെറ്റ് നീ ഇവിടെ ആവർത്തിച്ച് വായിച്ചതുകൊണ്ട് എന്താണ്? ഓരോ വാക്കിനും മാപ്പ് പറയുന്നതാണെങ്കിലും ഓക്കെ. ഇതൊന്നല്ല, ഇത് ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ്. അതായത് ഗോ ടു ഹോം എന്ന് പറയുന്നതിൽ ആ എഴുത്തിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്, നിങ്ങൾ പോലീസുമായി അടി ചെയ്യാതെ വീട്ടിൽ പോയി ഇരുന്ന് സമരം ചെയ്യും. പറയാണ് ഞാൻ നിങ്ങളുടെ ശരീരം വേദനിക്കാതിരിക്കാൻ പറഞ്ഞതാണ്. നിങ്ങൾ പറഞ്ഞതിൻ്റെ ആ അർത്ഥമൊക്കെ നിങ്ങൾ ഡിലീറ്റ് ആക്കിയ പോസ്റ്റിലുണ്ട്. ഐ ആം പേളി മാണി ആൻഡ് ഐ ലവ് കളർ സാഫ്രൺ മോർ ദാൻ ദ ഇന്ത്യൻ ഫ്ലാഗ് എന്ന് പറഞ്ഞത്. അതിൻ്റെ അപ്പുറത്തൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? അപ്പം ഞാൻ പറയുകയാണ്, ഞാൻ ഇന്ത്യയുടെ കൊടിയേക്കാൾ സ്നേഹിക്കുന്നത് വേറെന്തോ കാര്യമാണെന്ന്. ഫിനിഷ്. പിന്നെ നിങ്ങൾ രാജ്യസ്നേഹത്തെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ജന്തർ മന്ദിലെ പ്രൊട്ടക്ഷനെ പറ്റിയൊന്നും അധികം സംസാരിക്കേണ്ട ആവശ്യമില്ല, എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ നിലപാട് എന്താണെന്നത് അവിടെ മനസ്സിലാക്കി കഴിഞ്ഞു. നിങ്ങൾക്ക് കാവി എന്ന കൊടിയും നിറവും നിങ്ങൾക്ക് ഇന്ത്യയുടെ പതാകയേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നു നിങ്ങൾ പറഞ്ഞാൽ ഫിനിഷ്. പിന്നെ അത് ഡിലീറ്റ് ആക്കിയിട്ടോ മറിച്ചിട്ടിട്ടൊന്നും കാര്യമില്ല. മനസ്സിലായില്ലേ? എന്നിട്ട് നിങ്ങൾ പറയാണ് ഞാൻ ഇംഗ്ലീഷിൽ എഴുതിയതിനെ മലയാളത്തിൽ പറയാം. അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ ആർക്കും ഇംഗ്ലീഷ് അറിയില്ലെന്നോ? വാട്ട് നോൺസെൻസ് പാളി. എൻ്റെ രീതിയിൽ ഞാൻ തർജ്ജമ ചെയ്യുന്നതായിരിക്കും. The past few days have been very painful and they have forced all of us to pause and reflect.
കുറച്ച് നാളായിട്ട് നമ്മളെല്ലാവരും വേദനയിലാണ് ബിക്കോസ് ഓഫ് ദ ന്യൂസ് വാട്ട്സ് ഹാപ്പനിങ്. ആൻഡ് അത് നമ്മളെ എല്ലാവരെയും ഒന്ന് പോസ് ചെയ്യാനും ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യാനും നമ്മളെ പ്രേരിപ്പിക്കുന്നു. We have witnessed the strength, unity and determination of the young people of our country. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ട്രെങ്ത്, ശക്തി, യൂണിറ്റി, ഒരുമ ആൻഡ് ദ ഡിറ്റർമിനേഷൻ, അതായത് ഇത് ചെയ്തെടുക്കണം എന്നുള്ളൊരു ഡിറ്റർമിനേഷനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓഫ് ഹൂ, നമ്മുടെ യങ് ജനറേഷൻ, യൂത്ത് ഓഫ് our country. അതായത് വ്യക്തമായിട്ട് ബഹളി ഇംഗ്ലീഷിൽ എഴുതിയ സാധനം ഉണ്ടല്ലോ, ആ ഇംഗ്ലീഷിൽ എഴുതിയ സാധനം നേരെ എടുത്തിട്ട് അതിൻ്റെ മലയാളം പറയാണ്. അതിൻ്റെ ഒരു ആവശ്യം എന്താണ്? നിങ്ങൾക്ക് വീഡിയോ എന്ത് പ്രഹസനമാക്കണമെങ്കിൽ പ്രഹസനമാക്കിക്കോളൂ, അതിൽ തെറ്റില്ല, നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ വീഡിയോ ആണ്. പക്ഷേ നിങ്ങൾ ഇംഗ്ലീഷിൽ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ പിന്നെ രാജ്യസ്നേഹവും മാതൃഭാഷാ സ്നേഹമുള്ള ആൾ നിങ്ങൾ എന്തിനാണ് ഇംഗ്ലീഷ് പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യം? നിങ്ങൾ അമ്മാതിരി ഇൻ്റർനാഷണൽ ഇൻഫ്ലുവൻസിങ് ഒന്നല്ലല്ലോ. അമേരിക്കയിലുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയല്ലല്ലോ നിങ്ങൾ ഹിന്ദിയിലാണ് പറഞ്ഞെങ്കിൽ മനസ്സിലാക്കാം. പേളിയ പറഞ്ഞത് ഈ പറഞ്ഞ സെയിം സംഭവം ഹിന്ദിയിലാണ് പറഞ്ഞതെങ്കിൽ, ഇഫ് ഇറ്റ് വാസ് ലാംഗ്വേജ് വാസ് ഹിന്ദി, മനസ്സിലാക്കാം. ഇത് ഇന്ത്യക്കാർക്ക് വേണ്ടിയുള്ളതാണ്. ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, അങ്ങോട്ട് നോർത്ത് ഇന്ത്യയും അതുപോലെ സൗത്ത് ഇന്ത്യയും നൽകുന്ന കേരളം, തമിഴ്നാട്, കർണാടക എല്ലാവർക്കും വേണ്ടിയിട്ട് ഹിന്ദി ഉപയോഗിച്ചു, നമ്മുടെ രാഷ്ട്രഭാഷ ഉപയോഗിച്ചെന്ന് പറയാം. ഈ സായിപ്പിൻ്റെ കോണകം ഭാഷയും കൊണ്ടുവന്നിട്ട് ഇവിടെ വന്നിട്ട് കണാപ്പ് എഴുതി വെച്ചിട്ട് പിന്നെ ഇപ്പോൾ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ട് ആ ഇംഗ്ലീഷിൻ്റെ മലയാളം തർജ്ജമ വന്നിട്ട് നിങ്ങൾ ആൾക്കാർ ഊക്കുന്നതല്ലേ വേളിച്ചേച്ചി അല്ലേ? വേർഡ് ടു വേർഡ് ട്രാൻസ്ലേഷൻ, അതും ഇവിടെ ഗൂഗിൾ ട്രാൻസ്ലേറ്ററോ മറ്റ് ട്രാൻസ്ലേറ്റിംഗ് ആപ്പൊന്നും ഇല്ലാത്ത പോലെ. ഹേയ്, നിങ്ങളീ പറയുന്ന ആ പോസ്റ്റിൻ്റെ ഒരു പിക്ചർ എടുത്തിട്ട് നേരെ ജമിനിയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലുള്ളത് വരെ ജമിനി പറഞ്ഞു തരും. പിന്നെ അല്ലേ ഈ പിന്നെ കോപ്പിലെ ഏർപ്പാട്. ഇത് വന്നിട്ട് വേർഡ് ടു വേർഡ് പറഞ്ഞിട്ട് പറയുക ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്. അത് ഇങ്ങനെ പറഞ്ഞ രസമുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല. മാപ്പ്, ഓരോ വാക്കിനും മാപ്പ് പറയുന്നുണ്ടെങ്കിൽ ഓക്കെ, ഇവരുടെ സ്ഥിരമായിട്ടുള്ള പരിപാടികളാണ്. ഒരു തോന്നിയാസം പറ്റി മാപ്പ് പറയാന്നുള്ളത്, അങ്ങനെ പറഞ്ഞാലും ഓക്കെ. ഇത് അതുമല്ലെന്നേ, ജനങ്ങളെ ശരിക്കും കളിയാക്കുന്ന പോലെയുള്ള സംഭവമാണ് ഇവർ. എൻ്റെ ഇടയ്ക്ക് ചിരിക്കുന്നുണ്ട്. അവരുടെ ചേഷ്ട കണ്ടാൽ മനസ്സിലാവും. ഷീസ് ലൈക്ക് ലിറ്ററലി മോക്കിംഗ് പീപ്പിൾ. ആൾക്കാരെ കളിയാക്കുവാണ്. ഈ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഉപയോഗിക്കുന്ന ആൾക്കാർ ഇത്രയും സാക്ഷരതയുള്ള നമ്മുടെ നാട്ടിൽ നീ എഴുതിയിരിക്കുന്ന ഇംഗ്ലീഷ് വായിച്ചിട്ട് മനസ്സിലാകാത്ത ആൾക്കാരാണെന്ന് വിചാരിച്ചോ? വാട്ട് ആർ യു തിങ്കിങ് ഓഫ് പീപ്പിൾ? ശരിക്കും പറയാൻ വെച്ചാൽ ഇവരെയൊക്കെ താങ്ങി നടക്കുന്ന ജനങ്ങളെയാണ് ശരിക്കും നമ്മൾ പിന്നെ പറയേണ്ടത്. എന്തെന്നാലും കേക്ക്. I saw heartbreaking images and videos of clashes in which students and officers were getting hurt. That changed something in me. ഞാൻ കാണുന്ന ഇമേജസിൽ സ്റ്റുഡൻസ്, പോലീസ് ഓഫീസേഴ്സ് എല്ലാവരും ഹേർട്ട് ആവുന്ന വീഡിയോസാണ് ഞാൻ കണ്ടത്. ആൻഡ് ഇറ്റ് ചേഞ്ച്ഡ്. അത് കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു കാര്യം ഞാൻ ചിന്തിച്ചു. എന്താണ് ഞാൻ ചിന്തിച്ചത്? all I could think was please don't get hurt. നിങ്ങൾ ആരും ഹേർട്ട് ആവല്ലേ. പ്ലീസ് സ്റ്റേ സേഫ്. ഇഫ് യുവർ ലൈഫ് ഇസ് ഇൻ ഡേഞ്ചർ, ഗോ ബാക്ക് ഹോം. നോ കോസ് ഇസ് വർത്ത് ലൂസിങ് എ ലൈഫ് ഓവർ. ഇതാണ് ഞാൻ ചിന്തിച്ചത്. നിങ്ങൾ ആരും ഹേർട്ട് ആവരുത്. അയ്യോ, ആരുടെയും ലൈഫ് നഷ്ടപ്പെടല്ലേ. നിങ്ങളുടെ ലൈഫ് ഡേഞ്ചർ ആണെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോകണം. ഇതാണ് ഞാൻ എൻ്റെ മനസ്സിൽ ആലോചിച്ചത്. ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ പോകും എന്നല്ല ഞാൻ പറയുന്നത്. അത് പറയാൻ ഞാൻ ആരുമല്ല. ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ അങ്ങനത്തെ ഒരു കാര്യം പറയാൻ ഞാൻ ആരുമല്ല. ഐ എം എ നോബഡി. ഞാൻ എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. അതിനുശേഷം ഞാൻ എഴുതിയിരിക്കുന്നത് എവ്രി സ്റ്റുഡൻറ്റ് ഇസ് സമൺസ് ചൈൽഡ്. ഓരോ സ്റ്റുഡൻറ്റും ഒരാളുടെ കുഞ്ഞാണ്, ഒരാളുടെ ഡ്രീമാണ്. സംബഡീസ് ഡ്രീം, സമൺസ് എൻറ്റയർ വേൾഡ്. ഒരാളുടെ ലോകമാണ് ഓരോ കുഞ്ഞുമക്കളും. Like so many others, I believe our students deserve an education system that is transparent, fair, and gives every child an equal opportunity to succeed. നമ്മളെല്ലാവരെയും പോലെ നിങ്ങളെല്ലാവരും അങ്ങനെയായിരിക്കും ആലോചിക്കുന്നത്. നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്. നമ്മുടെ കുട്ടികൾ ഡിസേർവ് ചെയ്യുന്നത് ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റം ദാറ്റ് ഇസ് ട്രാൻസ്പെറൻറ്റ് ആൻഡ് ഫെയർ. എല്ലാവർക്കും ഒരേപോലെ ഫെയർ ആയിരിക്കുന്ന ആൻഡ് ഗിവ്സ് എവറി ചൈൽഡ് an equal opportunity to succeed. ജയിക്കാൻ ഒരു ഈക്വൽ ആയിട്ടുള്ള അവകാശം എല്ലാ കുഞ്ഞുങ്ങൾക്കും ഉണ്ട്.
they deserve to be heard. അവരെല്ലാവരും കേൾക്കണം. They deserve, അതും അവരുടെ അവകാശമാണ്. They deserve to feel safe while expressing themselves peacefully. They deserve, അവരുടെ അവകാശമാണ് അവരൊരു കാര്യം പറയുന്ന സമയത്ത് അവർ സേഫ്. എൻ്റെ പൊന്നു പേളി ചേച്ചി, നിങ്ങൾ പറയുന്നല്ലോ ചിൽഡ്രൻ നീഡ് ടു ബി സേഫ്, ദേ ഷുഡ് ബി ഹേർഡ്, ദേ ഷുഡ് ബി അഡ്രസ്ഡ് പ്രോപ്പർലി അല്ലേ? അപ്പം നിങ്ങൾക്ക് വയ്യേ, നിങ്ങൾക്ക് വിവരമില്ലേ? കുട്ടികൾ ഒരു മൂലക്കിരുന്ന് ഈ സമരം തുടങ്ങിയിട്ട് എത്ര കാലമായി സമരം തുടങ്ങിയിട്ട്? ഇതുവരെ അങ്ങനെ ഒരു അക്രമം ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അല്ലെങ്കിൽ അക്രമം ചെയ്യുന്ന ഒരു സമരമാണെങ്കിൽ എത്ര അക്രമം അവിടെ സമരം ഇത് കഴിഞ്ഞിട്ടുണ്ടാവും? ഇവിടെ സമാധാനപരമായി നിരാര സമരം ചെയ്ത സത്യാഗ്രഹ സമരം ചെയ്ത സോനം വാങ്ചുക്കിനെ 4-5 കീറ തുണിയുമായി വന്ന് 10-100 പോലീസുകാരെയും കൊണ്ട് സമരപ്പന്തലിലേക്ക് ഇരിച്ചു കയറി ആക്രമണം അയച്ചു വിട്ടത് ഗവൺമെന്റിന്റെ പോലീസല്ലേ? പട്ടാളവും പോലീസും ഒരുമിച്ച് വന്നുകൊണ്ട് അടിച്ചൊതുക്കല്ലേ ചെയ്ത സമരത്തെ? നിങ്ങളൊരു കാര്യത്തെ പറ്റി സംസാരിക്കുമ്പോൾ പൂർണ്ണമായി പബ്ലിക്കലി ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏരിയയിൽ നടക്കുന്ന ജന്തർ മന്ദർ പോലെ ഫുൾ കവറേജ് ഉള്ള, ഫുൾ മീഡിയാസ് കവർ ചെയ്യുന്ന, ഫുൾ ഇൻസ്റ്റാഗ്രാമിൽ അന്നേരം ഓൺലൈൻ സ്ട്രീം ചെയ്യുന്ന ഒരു സ്ഥലത്ത് നടക്കുന്ന ആക്രമണവും അനീതിയും നിങ്ങൾ മൊത്തം കണ്ടിട്ട് ഹൗ ക്യാൻ യു സേ ദാറ്റ് പോലീസും കുട്ടികളും ഒരുപോലെ ഏട്ടാവുന്നത് കണ്ടിട്ട് എൻ്റെ മനസ്സ് നൊന്തു. അയ്യോ മാടപ്രാവ്. എടോ, കുട്ടികളെ തല്ലിച്ചതക്കുന്ന കാണുന്ന വീഡിയോസ് ഒന്നും നീ കണ്ടില്ലേ? കുട്ടികളുടെ മേലെ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചത് നീ കണ്ടില്ലേ? കുട്ടികളുടെ തല അടിച്ചു പൊട്ടിച്ചത് നീ കണ്ടില്ലേ? ലാത്തി ഉപയോഗിച്ച് പെൺകുട്ടികളെ പിന്നാമ്പുറത്ത് കുത്തുന്നത് നീ കണ്ടില്ലേ? ഈ ചിലത് മാത്രം കാണാനുള്ള കണ്ണുണ്ടല്ലോ, അതിനെയാണ് ജനങ്ങൾ നിനക്ക് മറുപടിയായി തന്നത്. മനസ്സിലായില്ലേ? നിനക്ക് വേണ്ടത് മാത്രം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് മാത്രം, ഇഷ്ടമുള്ള രാഷ്ട്രീയം മാത്രം കാണാനുള്ള കണ്ണുണ്ടല്ലോ, അതിനെയാണ് ജനങ്ങൾ വിമർശിച്ചത്. അത് നിങ്ങൾ തന്നെ വ്യക്തമായിട്ട് ജനങ്ങൾ കമന്റ് അടിച്ചപ്പോൾ കമന്റ് ബോക്സ് ഓഫ് ആക്കിയല്ലോ. അത് തന്നെയാണ് നമ്മൾ വരുന്ന ഫാസിസ്റ്റ് നടപടി. ഗവൺമെന്റും ചെയ്തത് തന്നെയാണ്. കുട്ടികൾ മാന്യമായി സമരം ചെയ്തപ്പോൾ അടിച്ചോടിച്ചു. അതിന്റെ വേറെ രീതിയാണ് നിങ്ങൾ ചെയ്ത വീഡിയോ ചെയ്തിട്ട് ആൾക്കാർ അവരുടെ അഭിപ്രായം പറയുമ്പോൾ കമന്റ് ബോക്സ് അങ്ങ് ഓഫാക്കി. മനസ്സിലാകുന്നുണ്ടോ ചേച്ചിക്ക് എന്താ വിഷയം എന്നുള്ളത്? പോലീസും കുട്ടികളും ഒരുപോലെ ഏട്ടാന്ന് കണ്ടപ്പോൾ ചേച്ചിക്ക് വേദനിച്ചു പോലും. അല്ലാതെ പോലീസ് അക്രമിച്ചു വിട്ടതിലല്ല ചേച്ചിക്ക് വേദന. പെൺകുട്ടികളെ ലാത്തി ഉപയോഗിച്ച് പിന്നാമ്പുറത്ത് കുത്തിയതിലല്ല വേദന. പെൺകുട്ടികളുടെ കവിളത്തടിച്ച് മുഖം പരിക്കേൽപ്പിച്ച ആൺ പോലീസുകാരുടെ വീഡിയോ കണ്ടതിലല്ല ചേച്ചിക്ക് വേദന. പെൺകുട്ടികളുടെ മാറിടത്തിൽ പിടിച്ച് ഞെക്കുന്ന പോലീസുകാരെ കണ്ടിട്ടല്ല ചേച്ചിക്ക് വേദന. നിങ്ങളെ കണ്ട കാര്യങ്ങൾ കണ്ടതുപോലെ അഭിപ്രായം പറഞ്ഞാൽ ഓക്കെ, ഇതിലും നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്കുണ്ട്. ഒരു ഭാഗം മാത്രം പറയേണ്ട അവകാശവും നിങ്ങൾക്കുണ്ട്. പക്ഷെ എന്നിട്ട് വന്നിട്ട് ഇങ്ങനെ മോങ്ങാനിരിക്കരുത്. മനസ്സിലായില്ലേ? നിങ്ങൾ പറഞ്ഞ നോൺസെൻസ് ആണെങ്കിൽ ആ നോൺസെൻസിനെ പിടിച്ചിരിക്കുക. എസ്പെഷ്യലി പീസ്ഫുൾ ആയിട്ട് അവരൊരു കാര്യം അവർ പറയുന്ന സമയത്ത്. അറ്റ് ദ സെയിം ടൈം ഇതെല്ലാം പറയുമ്പോഴും I hope that the original purpose of this movement is never overshadowed. അതായത് നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത്, ഒരു വലിയ കാര്യം നടക്കുമ്പോൾ ഇവരുടെ ഈ ഒരു കോസ് ഓവർഷാഡോ ആവരുതെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. Whenever any movement grows this large. പ്രിയപ്പെട്ട പേളി ചേച്ചി, ഗവൺമെന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കുട്ടികളുടെ സമരത്തിൽ പുറത്തു നിന്നുള്ള യാതൊരു ഫണ്ടിങ്ങും വന്നിട്ടില്ല, ഇവരെ ആരും പുറത്തുനിന്ന് സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഗവൺമെൻറ് തന്നെ, ഫോറിൻ മിനിസ്റ്റർ തന്നെ സർക്കുലർ ഇറക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായ? നിങ്ങൾ ഈ മറ്റേ വാട്സപ്പ് യൂണിവേഴ്സിറ്റി കേൾക്കുന്ന കൊണാസ്റ്റിലെ ഡയലോഗും കൊണ്ട് പറയുന്നതാണ് ജനങ്ങൾ തെറി വിളിക്കുന്നത്, വേറൊന്നുമല്ല. മനസ്സിലായോ? ഗവൺമെൻറ് തന്നെ പറഞ്ഞിട്ടുണ്ട് പുറത്തുനിന്നുള്ള ഒരു കോപ്പിലെ ഫണ്ടിങ്ങും വന്നിട്ടില്ല. ഓക്കെ, ഇത് ഇന്ത്യയിലെ കുട്ടികൾ അവരുടെ വിഷമം, കുട്ടികൾ 10-25 കുട്ടികൾ ആത്മഹത്യ ചെയ്തതിൽ അവരുടെ കുടുംബക്കാരും കൂട്ടുകാരും അടങ്ങുന്ന സമൂഹത്തിനുണ്ടായ വിഷമം, ആ വിഷമം ഒക്കെ ഇത്രയും നീറ്റ് എക്സാമും CBSE എക്സാമും UGC എക്സാമിലൊക്കെ ലീക്കും കാര്യങ്ങളും ഉണ്ടായിട്ട് അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ വീണ്ടും മന്ത്രി കസേരയിൽ തൂങ്ങി നിൽക്കുന്ന ധർമ്മേന്ദ്ര പ്രധാൻ എന്ന നീചനായ മന്ത്രിയെ ഇറക്കി വിടാനുള്ള സമരമാണിതെന്ന് ഗവൺമെൻറ് തന്നെ അംഗീകരിച്ചുകൊണ്ട് അയാളെ ഇറക്കി വിട്ടിട്ടുണ്ട്. വീണ്ടും ആ ഇറക്കി വിട്ട് കഴിഞ്ഞിട്ട് ഇന്ന് വീഡിയോയിൽ വന്നിട്ട് ഇങ്ങനെ കൊണാസ്റ്റ് ന്യായീകരിക്കാൻ ഇത്രയും കണ്ടാമൃഗത്തേക്കാൾ തൊലിക്കട്ടിയുള്ള നിങ്ങൾക്ക് മാത്രമേ പറ്റൂ എന്നാണ് എനിക്ക് വിനീതമായി പറയാനുള്ളത്. പറഞ്ഞോളി. Emotions run high, different voices emerge and the conversation can become more complex. ഇങ്ങനത്തെ ഒരു സംഭവം നടക്കുമ്പോൾ കുറേ ആൾക്കാർ കൂടുമ്പോൾ chances are high that ഈ മെയിൻ കോസ് അതിൽ മുങ്ങിപ്പോവാൻ
chance ഉണ്ട്. And the conversation can become more complex. My hope is that the focus always remains on the student and the future they are asking to build. I hope, അതായത് എൻ്റെ ആഗ്രഹം, ഞാൻ ഹോപ്പ് ചെയ്യുന്നത് ഇതാണ്, നമ്മുടെ സ്റ്റുഡൻസിൻ്റെ വോയിസും അവരാവശ്യപ്പെടുന്ന കാര്യവും ഈ വലിയ ഒച്ചയുടെ ഇടയിൽ അത് മുങ്ങിപ്പോകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഐ ബിലീവ് ഇൻ ദ റൈറ്റ് ടു പീസ്ഫുൾ എക്സ്പ്രഷൻ. ഞാൻ വിശ്വസിക്കുന്നത് പീസ്ഫുൾ എക്സ്പ്രഷനിലാണ്. ഐ ഡു നോട്ട് ബിലീവ് ഇൻ വയലൻസ്, നോ മാറ്റർ ഹൂ ഇറ്റ് കംസ് ഫ്രം. ഞാൻ ഒരിക്കലും വയലൻസിൽ വിശ്വസിക്കുന്നില്ല. ഹിസ്റ്ററി റിമെമ്പേഴ്സ് മോർ. അതെ, ചേച്ചി വയലൻസിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ ചേച്ചി മാന്യമായിട്ട് വാ തുറന്ന് പറയണം. അക്രമം അയച്ചു വിടുന്ന പോലീസുകാരെ ഞാൻ തള്ളിപ്പറയുന്നു. കുട്ടികളെ നേരെ പെല്ലറ്റ് ഗണ്ണ് ഉപയോഗിച്ച ഗവൺമെന്റിനെ ഞാൻ തള്ളിപ്പറയുന്നു. പെൺകുട്ടികളെ ലാത്തി കൊണ്ട് പിന്നാമ്പുറത്ത് കുത്തിയ പോലീസുകാരനെ ഞാൻ തള്ളിപ്പറയുന്നു. പെൺകുട്ടികളെ കവിളത്തടിച്ച പോലീസുകാരനെ ഞാൻ തള്ളിപ്പറയുന്നു. ഒരു കാരണവുമില്ലാതെ സമാധാനമായി സമരം ചെയ്ത കുട്ടികളുടെ തല തല്ലിപ്പൊളിച്ച ഡൽഹി പോലീസിനെ ഞാൻ തള്ളിപ്പറയുന്നു. അപ്പോൾ മര്യാദയുണ്ട്. അല്ലാതെ വന്നിട്ട് ഈ ക്ലീശേ ഡയലോഗ് അടിച്ചിട്ട് നിങ്ങളല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എല്ലാവരും എല്ലാ വിഷയത്തിലും അഭിപ്രായം പറയണമെന്ന് നിയമമൊന്നുമില്ല ഇവിടെ. നിങ്ങൾ ഏത് കോപ്പിലെ ഇൻഫ്ലുവൻസർ ആയാലും ശരി, എത്ര മില്യൺ ഉള്ള ആളായാലും ശരി, നിങ്ങളുടെ വീഡിയോസ് കാണുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ടാവും. ഇന്ത്യ അല്ലേ 200 ബില്യൺ ആൾക്കാരുള്ള രാജ്യമല്ലേ, ഉണ്ടാവും. നിങ്ങൾക്ക് അതിൽ 5 മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലിലെ പിന്നെ ഒരു കപ്പ് വെള്ളം പോലെയാണ്. അപ്പോൾ അത് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളത് എൻജോയ് ചെയ്തൊരു ഭാഗത്തോട്ട് പോകുക. നിങ്ങൾ പണം മേടിച്ചിട്ടോ പണം മേടിക്കാതെയോ നിങ്ങളുടെ അഭിപ്രായം മറ്റുള്ളവരെ മേലെ അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞത്, എഗ്രി ടു ഡിസഗ്രി ഫോളോ ചെയ്തിട്ട് മിണ്ടാതെ ഇരുന്നാൽ മതി. മനസ്സിലായില്ലേ? അപ്പോഴത്തേക്കും നിങ്ങൾക്ക് അഭിപ്രായം പറയാൻ അവകാശമില്ല. ഉണ്ട്, അഭിപ്രായം പറയാൻ അവകാശമുണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങളൊരു പബ്ലിക് ഫിഗർ ആയിക്കൊണ്ട് അഭിപ്രായം പറയുമ്പോൾ അതിൻ്റെ താഴെ വന്നിട്ട് പറയുന്ന ആൾക്കാരുടെ കമൻറ്റ് കേൾക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അഭിപ്രായം പറഞ്ഞാൽ മതി. ഇനി മനസ്സില്ലെങ്കിൽ കമൻറ്റ് ബോക്സ് ഓഫാക്കാം. ആ കമൻറ്റ് ബോക്സ് ഓഫാക്കിയാലും ഞങ്ങൾ വിമർശിക്കും. അപ്പോൾ ഇതുപോലെ വന്നിരുന്നിട്ട് കരഞ്ഞുകൊണ്ട് വീണ്ടും കളവ് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞത് അതല്ല, ഞാൻ പറഞ്ഞത് അതാണെന്ന് പറയുമ്പോൾ ജനങ്ങളെ അതായത് നിങ്ങൾ കരിയോയിലിൽ വീണു, ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഓടിപ്പോയി ചളിയിലേക്ക് വീണ്ടും തുള്ളുന്ന പോലെയാണ് ഈ സംഭവം. നിങ്ങൾ കരിയോയിലിൽ വീണ അടുത്തത് വെള്ളത്തിൽ കൊണ്ട് കഴുകി വൃത്തിയാക്കാൻ നോക്കുക. നിങ്ങൾ വീണ്ടും ചളിയിലേക്ക് തുള്ളുന്നത് പോലെയാണ് നിങ്ങളുടെ ഈ എക്സ്പ്ലനേഷൻ കേട്ടാൽ നോർമൽ ബുദ്ധിയുള്ള ഒരാൾക്ക് തോന്നുന്നത്. പറഞ്ഞോളൂ. Not only for who they began, why they began, but also how they unfolded. ഹിസ്റ്ററി എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട്, എങ്ങനെ ഒരു കാര്യം നടന്നു, അതെങ്ങനെയാണ് അത് അവസാനിച്ചത്. അതിൻ്റെ ആ മൊത്തം ജേർണി ഒരു ഹിസ്റ്ററി നമ്മൾ പഠിക്കുമ്പോൾ, നമ്മൾ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളതെല്ലാം ഓർക്കും. My hope is that when we look back years from now, we remember courage, compassion. അതെ, ചേച്ചിക്ക് ഹിസ്റ്ററിയെ പറ്റിയൊക്കെ അറിയാമെങ്കിൽ, ഹിസ്റ്ററിയെ പറ്റിയൊക്കെയാണ് ചേച്ചി പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഹിസ്റ്ററി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് പഠിച്ചാൽ മതി. അപ്പോൾ ഈ സംശയങ്ങളൊക്കെ, ഒരു പകുതിയിലേറെ സംശയങ്ങൾ അങ്ങ് പോകും. എങ്ങനെ ബ്രിട്ടീഷുകാരുമായി സമരം ചെയ്തിട്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതെന്നും ബ്രിട്ടീഷുകാരുടെ ലാത്തിയടി കൊണ്ടും വെടിവെപ്പിലും എത്ര ആൾക്കാർ മരിച്ചിട്ടുണ്ടെന്നും, ഓക്കെ, അതിനുശേഷം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം പോലും നമ്മുടെ മഹാത്മാവ്, നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി എങ്ങനെ ആണ് മരിച്ചതെന്നും, ഓക്കെ, ആരാണ് ഗാന്ധിജിയെ കൊന്നതെന്നുമൊക്കെയുള്ള ചരിത്രം ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെ നിങ്ങളുടെ സംശയങ്ങളും നിങ്ങളെ ഈ വെളിവില്ലാത്ത എക്സ്പ്ലനേഷനും ഏറെക്കുറെ നിൽക്കും. ഏറെക്കുറെ Passion, meaningful change, and a generation that helped shape a stronger India. So I hope ഇത് കുറേ വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു കാര്യം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ കാണേണ്ടത് ഒരു ജനറേഷനെയാണ്, ഒരു ജനതയാണ് ദാറ്റ് ഹെൽപ്ഡ് കറേജോടെ, ധൈര്യത്തോടെ, കമ്പാഷൻ, സ്നേഹത്തോടെ, അറ്റ് ദ സെയിം ടൈം ഒരു മീനിങ് ചേഞ്ചിന് വേണ്ടി പൊരുതിയ ഒരു ജനതയെ വേണം. ഇതന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതായത് ചരിത്രം എത്രത്തോളം വളച്ചൊടിക്കപ്പെടാമെന്നുള്ള ഏറ്റവും വലിയ എക്സാമ്പിളാണിത്. മെന്യാന്ന് വന്നിട്ട് പറഞ്ഞു, നിങ്ങളൊക്കെ ഈ അക്രമവും ഇതൊക്കെ അവസാനിപ്പിച്ച് എല്ലാവരും വീടുകളിലേക്ക് പോകൂ, സമരമൊക്കെ പിന്നെ ഏറെക്കുറെ നിങ്ങൾ പിന്നെ ഓൺലൈനായിട്ട് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് ആ സമരം വിജയിച്ചപ്പോൾ വന്നിട്ട് ഈ സമരം ഭയങ്കര ശക്തമായിരുന്നു, കുട്ടികൾ അടിപൊളിയായിരുന്നു, ഞാൻ ഈ സമരത്തിൻ്റെ ഭാഗമാണെന്ന്. അപ്പോൾ പേളി പറഞ്ഞ പോലെ ഒരു 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചരിത്രത്തിൽ എഴുതപ്പെടുമ്പോൾ എന്ത് പറയും? ജന്തർ മന്ദറിൽ ഏറ്റവും വലിയ പ്രക്ഷോഭകാരി പേളി മാണിയായിരുന്നു എന്ന് വരെ
ചരിത്രം പറഞ്ഞേക്കാം. ഇത് തന്നെയാണ് ഇന്ന് സംഭവിക്കുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലത്തും അന്ന് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വേദിയിലോ ആ ഏരിയയിലോ ഇല്ലാത്ത ആൾക്കാർ വരെ ഇന്ന് അവകാശപ്പെടുന്നത് അവരാണ് ഈ രാജ്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പണിയെടുത്തതെന്നാണ്. അപ്പോൾ ആ വിരോധാഭാസം എന്നും നിലനിൽക്കുക തന്നെ ചെയ്യും. എന്തായാലും പേളി പറയുന്നത് കേൾക്കാം. നമ്മൾ ഓർക്കാൻ, നോ പെയിൻ, നോ ഫിയർ, നോ ഡിവിഷൻ. അവിടെ വേദനയോ അല്ലെങ്കിൽ ഭയങ്കരമായ പേടിയോ ഒന്നിന്റെ ആവശ്യമില്ല. ഡിവിഷൻ, സെപ്പറേഷന്റെ ആവശ്യവും ഇല്ല. പേളിക്ക് വേറൊരു കാര്യം കൂടി ഫ്രീ ആയിട്ട് പറഞ്ഞുതരാം. ദർ ഈസ് നോ പോയിന്റ് ഓഫ് ഫിയർ ഡിവിഷൻ എന്ന് പറഞ്ഞല്ലോ. കാലങ്ങളായി ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുന്ന സമയം മുതൽ ഇവിടെ നടത്തുകൊണ്ട് ബ്രിട്ടീഷുകാർ തുടങ്ങിയ പോളിസി തന്നെയാണ് ഇന്നും ഇന്ത്യയിൽ നടക്കുന്നത്. അതിൻ്റെ പേരാണ് ഡിവൈഡ് ആൻഡ് റൂൾ. പേളി ചേച്ചിക്ക് അറിയായിരിക്കും, എന്നാലും മനസ്സിലായിക്കോളൂ. നിങ്ങൾ ചരിത്രത്തെ പറ്റി പറയുകയാണല്ലോ, അങ്ങനെയാണ് ചരിത്രം, ഇങ്ങനെയാണ് ചരിത്രം. ചരിത്രം എന്താണെന്ന് പറഞ്ഞുതരാം. ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനത ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ അവരെ തോൽപ്പിക്കാൻ പാടാണ്. ഈ ഭരണാധികാരികൾക്ക് പണി കൂടും. എല്ലാം വൃത്തിയിൽ വേണം. നല്ല റോഡില്ലെങ്കിൽ അവർ പ്രതികരിക്കും, നല്ല ഭക്ഷണം ഇല്ലെങ്കിൽ അവർ പ്രതികരിക്കും, നല്ല രീതിയിലുള്ള അഡ്മിനിസ്ട്രേഷൻ ഇല്ലെങ്കിൽ അവർ പ്രതികരിക്കും, കൈക്കൂലി കണ്ടാൽ പ്രതികരിക്കും, സ്വജനപക്ഷപാതം കണ്ടാൽ പ്രതികരിക്കും, കൂറുമാറുമ്പം പ്രതികരിക്കും. നിങ്ങളുടെ എല്ലാ തോന്നിവാസങ്ങൾക്കും നല്ലൊരു ജനത കൂട്ടമായി നിന്നാൽ പ്രതികരിക്കും. അതാണ് ഇപ്പോൾ ഇവിടെ കണ്ടത്. CJP കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ജന്തർ മന്ദറിലെ പ്രക്ഷോഭം അതിനുള്ള എക്സാമ്പിളാണ്. അപ്പോൾ അങ്ങനെ പ്രതികരിക്കാതിരിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ അന്നേ ഉണ്ടാക്കിയൊരു ഫോർമുലയാണ് ഡിവൈഡ് ആൻഡ് റൂൾ. അപ്പോൾ എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത്? ആദ്യം ഡിവിഷൻ ചെയ്യുക മതത്തിൻ്റെ പേരിൽ. ഇതാണ് മുസ്ലിങ്ങൾ, ഇവർ ഇന്ന കാര്യങ്ങളാണ്, അപ്പോൾ അവരെ മാറ്റിവെക്കും. ഇതാണ് ഹിന്ദുക്കൾ, ഇതാണ് ക്രിസ്ത്യാനികൾ, ഇതാണ് ജൈനന്മാർ, ഇതാണ് ബുദ്ധിസ്റ്റുകൾ, ഇതാണ് പാർസികൾ, ഇതാണ് മഹാവീരന്മാർ. അങ്ങനെ മാറ്റി വെച്ചതിന് എളുപ്പം എന്താ വെച്ചാൽ ഇവർ തമ്മിൽ തന്നെ പകുതി അടിച്ചു തീർത്തോളും. ബ്രിട്ടീഷ് കാലത്ത് ബ്രിട്ടീഷുകാർ ചെയ്തത് ഓരോ ഏരിയ തിരിച്ചുകൊണ്ട് മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ എന്ന് പറഞ്ഞുകൊണ്ട് തമ്മിലടിപ്പിച്ചു. അപ്പോൾ എന്തായി? ബാക്കിയുള്ള പണി ബ്രിട്ടീഷുകാർക്കായിട്ട് അവർ അതിന് മധ്യസ്ഥം ആ ഏരിയയിൽ അവർ പിടിച്ചെടുക്കും. മധ്യസ്ഥം പറയാൻ പറ്റാത്തത് അവർ രണ്ട് ഭാഗത്തും ആംസും വെപ്പൺസും സപ്ലൈ ചെയ്ത് തമ്മിലടിച്ച് കൊന്നിപ്പിച്ച് തീർപ്പിക്കും. ഡിവൈഡ് ആൻഡ് റൂൾ. ഇനി ഡിവൈഡ് ആൻഡ് റൂൾ നടക്കാത്തടത്ത് എന്ത് ചെയ്യും? അവർ വിത്തിൻ ദ റിലീജിയൻ കാസ്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ ബ്രാഹ്മണന്മാർ, ക്ഷത്രിയന്മാർ, ക്ഷുദ്രർ, വൈശ്യർ, പണയർ, പറയർ എന്നൊക്കെ പറയുന്നത് പോലെ വിഭാഗീയത ഉണ്ടാക്കിയിട്ട് ജനങ്ങളെ മുറിച്ചു വെക്കും. ഇന്ന തട്ടിലുള്ള ആൾക്ക് ഇന്ന ആനുകൂല്യങ്ങൾ, പിന്നെ ബ്രാഹ്മണരായിട്ടുള്ള ആൾക്കാരെ എല്ലാം അഡ്മിനിസ്ട്രേറ്റീവ് വർക്കിന് ഉപയോഗിക്കും. ബ്രിട്ടീഷുകാരുടെ രീതിയായിരുന്നു. നല്ല നല്ല പോസ്റ്റുകൾ അവർക്ക് കൊടുക്കും. കുറച്ച് താഴെയുള്ള ക്ഷത്രിയന്മാരെ പിന്നെ പട്ടാളത്തിലും ഇതിലൊക്കെ ചേർത്തുകൊണ്ട് അടിപിടിക്കും കാര്യങ്ങൾക്ക് ഉപയോഗിക്കും. അതിലും താഴെയുള്ള ആൾക്കാരെ അവരുടെ വീടുകളിലും മറ്റുള്ള പണികൾക്കൊക്കെ കൊണ്ടുപോകും. അപ്പോൾ ജനങ്ങളെ എന്നും ഇങ്ങനെ തരംതിരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഭരിക്കാൻ ഒരു സുഖമുണ്ട്, എളുപ്പമുണ്ട്, അവരുടെ പ്രതികരണ ശേഷി നശിച്ചുകൊണ്ടേയിരിക്കും. അല്ലാതെ കമ്മ്യൂണിസം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സോഷ്യലിസം വന്നു കഴിഞ്ഞാൽ ജനങ്ങളൊക്കെ ന്യായമായ ആവശ്യങ്ങൾക്ക് ഒത്തുകൂടുകയും അവരവരുടെ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്താൽ ബ്രിട്ടീഷുകാർക്കും ഏതൊരു ഭരണകൂടത്തിനും അത് തലവേദനയാണ്. അത് തന്നെയാണ് ഇവിടെ നടന്നതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. പേളി ചേച്ചി ഇതിനെപ്പറ്റിയൊക്കെ സമയം കിട്ടുമ്പോൾ പഠിക്കുക, എന്നിട്ട് ഇങ്ങനത്തെ വിഷയങ്ങളുടെ അഭിപ്രായം പറയും. അല്ലാതെ വന്നിരുന്നുകൊണ്ട് ഒരു തോന്നിയാസം പറഞ്ഞു, പിന്നെ അതിനെ വെളുപ്പിക്കാൻ വേണ്ടി അതിൻ്റെ മേലെ വേറൊരു വിഡിത്തം പറഞ്ഞു. ജനങ്ങളെ ഊക്കുന്നതിന് ഒരു കണക്കുണ്ട്. ഈ ഒരു സംഭവം ഒന്നും പ്രതികരിക്കേണ്ടെന്ന് വിചാരിച്ചാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇത്രയും വലിയ നോൺസെൻസ് കാണുമ്പോൾ പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്താ അർത്ഥമുള്ളത്? നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിന് ഒരു അർത്ഥം വേണ്ടേ? അപ്പോൾ നമ്മളൊരു പാഷൻ്റെ പുറത്ത് ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ പ്രത്യേകിച്ച് കണ്ടാൽ തീർച്ചയായിട്ടും പ്രതികരിക്കണം. പ്രതികരിച്ചുകൊണ്ട് തന്നെ ശക്തമായ രീതിയിൽ തന്നെ അപലപിച്ചുകൊണ്ട് തന്നെ പ്രതികരിക്കണം. അല്ലാതെ ഇവിടെ വന്ന് നമ്മൾ തോന്നിവാസം പറഞ്ഞ് അതിൻ്റെ പേരെ ഞാൻ മാപ്പ് പറയുന്നത് മാന്യമായിട്ട് മാപ്പോട്ട് പോവുക. അവിടെ വന്നിരുന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്, അതായത് കവി പറഞ്ഞത് പ്ലീസ് ഗോ ഹോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദയവായി മക്കളെ നിങ്ങളൊക്കെ വീട്ടിൽ പോകും, നിങ്ങൾ വെടികൊണ്ട് ജാഗ്രത എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പിന്നെ പറയാണ് കാവ്യ എനിക്ക് ഇഷ്ടപ്പെട്ട കളറാണ്, എൻ്റെ ഡിലീറ്റ് ആക്കുക. എൻ്റെ പറയാണ് അത് ഡിലീറ്റ് ആക്കിയെങ്കിലും നിങ്ങളൊക്കെ അത് ഓർമ്മിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയാമെങ്കിൽ കൂടി ഞാൻ പറയുകയാണ്, അതതിൻ്റെ ഇംഗ്ലീഷിലുള്ള മലയാള തർജ്ജമ എന്ന് വെച്ചാൽ എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ ഇങ്ങനെ ഊക്കിയടിക്കുക. നോൺസെൻസ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.